ഏട്ടനിത് എവിടെ പോയിട്ട് വരിക? ഏട്ടനിന്ന് ഓഫീസിൽ പോയില്ലേ? പോകാനായി ഇറങ്ങിയതാ. പകുതി വഴി ചെന്നപ്പോ വല്ലാത്തൊരു തലവേദനയും ക്ഷീണവും പോലെ. പിന്നെ തിരിച്ചിങ്ങ് വന്നു. എന്തായാലും അത് നന്നായി. ഏട്ടനെ കാണാനായിട്ട് ഞാൻ ഓഫീസിലേക്ക് വരാൻ തുടങ്ങിയതാ. ഓഫീസിലേക്ക് വരാനോ? എന്തെങ്കിലും ആവശ്യമുണ്ട് ഈ ഫോണിൽ പറഞ്ഞാ പോരായിരുന്നു. എന്താ വസു കാര്യം? അത് ഏട്ടനോട് മുഖത്ത് നോക്കി സംസാരിച്ച് തീരുമാനം എടുക്കേണ്ട കാര്യമായതുകൊണ്ടാ ഓഫീസിലായാലും വന്നൊന്ന് കാണാമെന്ന് വിചാരിച്ചത്. എന്തായാലും അത് വേണ്ടി വന്നില്ലല്ലോ. നന്നായി. എന്താന്ന് കാര്യം പറ. ഒന്നാമതായിട്ട് എനിക്ക് സുഖമില്ല. വെറുതെ ടെൻഷൻ ആക്കല്ലേ വസു. ടെൻഷൻ ആവാനൊന്നുമില്ല. പക്ഷേ ആ കാര്യം ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഏട്ടൻ എന്റെ കൂടെ ഒന്ന് പുറത്തേക്ക് വാ. നമുക്ക് പുറത്തെവിടെയെങ്കിലും വെച്ച് സംസാരിക്കാം. എന്താ ഏട്ടാ ഈ ആലോചിക്കുന്നേ? ഒന്ന് വാ എന്റെ കൂടെ പുറത്തേക്ക്. വസു, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യ. നല്ല തലവേദനയുണ്ട്. നമുക്ക് ഇവിടെ വെച്ച് സംസാരിച്ചാ പോരെ? അല്ലെങ്കിൽ നാളെ ആവാം. ഇതൊരു അത്യാവശ്യ കാര്യമാ. ഇവിടെ വെച്ച് പറ്റില്ല. നാളത്തേക്ക് മാറ്റാനും പറ്റില്ല. ഇന്ന് തന്നെ സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏട്ടനൊന്ന് വന്നേ എന്റെ കൂടെ. ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കുക വസു. ഒന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ. എത്ര അത്യാവശ്യമെന്ന് പറഞ്ഞാലും നമുക്ക് പിന്നീട് സംസാരിക്കാം. ഏട്ടാ, നാളെ പറ്റില്ല. ഇന്ന് തന്നെ വേണം. ഇപ്പോ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാ. അതില് ഇപ്പൊ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ഏട്ടൻ എന്റെ കൂടെ ഒന്ന് വന്നേ. പ്ലീസ് വസു, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഏട്ടനൊന്നും പറയണ്ട. തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാ മതി. വന്നേ പറ്റൂ. തീരെ വയ്യാന്ന് പറഞ്ഞിട്ടും അച്ഛനെ എവിടെയായി നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോകുന്നത്? വാ. ഏട്ടൻ എന്താ ഈ ആലോചിക്കുന്നേ? എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ വസു. എന്നെ ഒന്ന് ഫ്രീ ആക്ക്. അതിന് ഏട്ടൻ ഡ്രൈവ് ചെയ്യണ്ട. ഞാനല്ലേ ഓടിക്കുന്നത്. ഏട്ടൻ വന്ന് കാറിലിരിക്കെ. വാ. അല്ല, ഞാൻ പറയുന്നത്. ഏട്ടൻ ഇങ്ങോട്ടൊന്നും പറയണ്ട. കേറിയേ.